ഹലോ എന്തൊക്കെയുണ്ട് വർത്താനോ? എന്നാലേ ബരി നമുക്കൊന്ന് മുബാറക്കൊക്കെ കണ്ടു തരാം കേട്ടോ. പൊരി അതിൻ്റെ മുന്നേ പട്ടിഷ ഒന്ന് ആദ്യം കഴിയട്ടെ, എന്നിട്ട് ബാക്കി. ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ശരിയായ ചൂട്. പോയി തിരിച്ചെത്തുമ്പോഴത്തേക്ക് എല്ലാം കൂടി അൽഫാമാവും. പൊതുവേ GCC കൺട്രീസിലുള്ള ആൾക്കാരുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കന്നെ. ഇതാണ് നമ്മളെ ഫയലിലെ ഗ്രൗണ്ട്. വൈകുന്നേരമായ കുറേ ടീം ക്രിക്കറ്റ് കളിക്കാനും അതേപോലെ നൈറ്റ് ഇവിടെ കുറച്ച് സീനാണ്. നമ്മൾ ജിമ്മും കഴിഞ്ഞ് 2 മണിക്ക് കയറിയിൽ കൂടെ നമുക്ക് അതൊരു പ്രശ്നമല്ല. ഇതാണ് നമ്മളെ റിമാൽ മാള്, നമ്മളെ ജിമ്മിൻ്റെ ബിൽഡിംഗ്. ലേശം നേരം തണുപ്പിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത്. ദാ അങ്ങോട്ട് നോക്കൂ, ഏറ്റവും ടോപ്പ് കാണുന്ന ഫ്ലോറിലാണ് നമ്മുടെ ജിമ്മ്. അല്ല, ആരാ അവിടെ കുത്തിക്ക് നോക്കി? നമ്മുടെ പൂച്ച സാർ. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ, പിന്നെ എന്ത്? നമ്മളില്ലേ യൂസഫാക്കാൻ്റെ സുലൂമാളിതാ. അങ്ങനെ നമ്മളെ ബസ് കയറേണ്ടത് അവിടെ നിന്നിട്ടാണ്. നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട് ഗൈസ്. 102X 250 ഫിൽസ് ആണ് ഫഹീലിന് നമുക്ക് മുബാറക്കയിലേക്ക് പോകാനുള്ള ബസ് ഫെയർ. ദാറ്റ്സ് അറൗണ്ട് ഇന്ത്യൻ റുപ്പി ഒരു 71 അടുത്ത് വരും. 40 കിലോമീറ്ററാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ ഒരു 40 മിനിറ്റ് വേണം. പഴയതാണെങ്കിലും എന്താ ലുക്കില്ലേ? പോകുന്ന വഴിക്കൊക്കെ പൊരിഞ്ഞ ബ്ലോക്ക്. ഇതാണ് നമ്മളെ ഡ്രൈവർ സ്പൾബർ. കുണ്ടനെ ഉറക്കൂക്കുണ്ട്, ഇടം കൊണ്ട് കുത്തൂലായിരിക്കും. അങ്ങനെ മക്കളെ കുവൈത്ത് സിറ്റിയിലെത്തി. 2 ബസ് കാണാത്തൊരു കണ്ടോൾ ഇട്ടോ. പക്ഷേ നമ്മൾ KSRTCൻ്റെ അത്ര വരില്ല. മുബാറക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു കുന്തവും അറിയില്ല. കുറച്ചൊക്കെ അറിയാം, എന്തോ അറബികളായ മാർക്കറ്റാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കേട്ടേക്ക്. എന്തായാലും ഒരു കലാകാരൻ്റെ കല നാം ഇവിടെ കാണും. ചൂടുന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കൂടെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. നമ്മളെ കോഴിക്കോട് SM സ്ട്രീറ്റ് പോലെ തന്നെ ഈ വില മുബാറക്കിയ അത്രേ ഉള്ളൂ. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ SM പോകുന്നു, ഇവർ ഡ്രസ്സ് എടുക്കാൻ മുബാറക്കി വരുന്നത്. ഇതാണ് ഗോൾഡ് സൂക്ക്. ഗോൾഡിന് മാത്രമായിട്ടുള്ള ഒരു ഏരിയ. നമ്മുടെ നാട്ടിൽ അപ്പാച്ചി RTR ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇടിവെട്ട് സാധനം വളഞ്ഞത് തന്നെ. കണ്ണാടി കണ്ടാൽ പിന്നെ അതിൻ്റെ മുന്നിൽ പോകാൻ തോന്നില്ല. അപ്പുറത്തുനിന്ന് അറബികളൊക്കെ നോക്കുന്നുണ്ട്. ഏതാതൊരു കൊച്ചു ഫുണ്ടാണ്. ഇതാണ് മക്കളെ കുവൈത്ത് ടവർ. അതിൻ്റെ ഉള്ളിൽ ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം. ഇന്നിപ്പോൾ തൽക്കാലം മുബാറക്കിയാണ്. അറബ്സ് വൈകുന്നേരം ചായ കുടിക്കാൻ വരുന്ന സ്ഥലമാണിത്. അവിടെ നോക്കിയാൽ വെള്ളം സ്പ്രേ ചെയ്യുന്ന പിന്നെ നമ്മളൊരു ആന്റിക് മാർക്കറ്റിലേക്കാണ് വന്നത്. എന്തെല്ലാമൊക്കെ സാധനം കാണുന്നുണ്ട്, എല്ലാം മനസ്സിലായ പോലെ നിൽക്കാം. ഈ വളണ്ടാണോ നമ്മളെ പണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് ഉപ്പ് വെട്ടാൻ പോയത്. ഞാനും വല്ലഭായി പട്ടേലും മൂത്രം ഒഴിച്ചപ്പോ മൂത്രം ഇങ്ങനെ റാമായിട്ട് നിൽക്കുക. വളം നമ്മൾ വെട്ടി. പിന്നെ ദാഹം മാറ്റാൻ ഒരു ഷുഗർ കെയിൻ വിത്തൗട്ട് ജ്യൂസ്. മുബാറക്കയിൽ വന്നാൽ കച്ചോരിവാല കയറിയില്ലെങ്കിൽ ബായി പിന്നെ എന്നെ കണ്ടാൽ ഞാൻ മുണ്ടൂല. അങ്ങനെ പ്രശ്നമുണ്ട് നമ്മളിവിടെ തമ്മിൽ. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ടോളി മക്കളെ, എന്തെല്ലാമോ ഉണ്ട് ഇവിടെ. പാനിപൂരി, ബേൽപൂരി, മസാല പൂരി. അങ്ങനെ ഒരു സേവ് പൂരി ഓർഡർ ചെയ്തു. ബായിനോ ചോദിച്ചു പൈസ വേണോ? ഞാൻ പറഞ്ഞു പൈസ അല്ല ബായി, പ്രശ്നമല്ല, നിന്നോട്ടെ. എന്റെ മോനെ കണ്ടപ്പോ തന്നെ തൊള്ളേന്ന് വെള്ളം പോയി. മൂവി എരു വേണ്ടാന്ന് പറഞ്ഞാൽ മതി. കയപ്പ് അങ്ങ് തീർന്നു കിട്ടി. ആ വിഷമത്തിലൊരു കിൻസാ കോളാൻ കുടിച്ച്. ഇതാണ് നമ്മൾ അജുക്കാക്ക. അടുത്ത നമ്മളെ പരിപാടി കാര്യമായിട്ട് ഇന്നേ തോന്നണം. അപ്പം നേരെ വിട്ട് അമറൽ ഖൈർ പാലസ് മെഹബൂലയിലേക്ക്. ഉപ്പിട്ട സാധനമൊക്കെ അതാ. ഓണൊക്കെ അല്ലേ, ഒരു കുപ്പി പൊട്ടിക്കാന്ന് വിചാരിച്ച് ഒക്കെ അതാ. നിങ്ങൾ വിചാരിക്കുന്ന സാധനമല്ല, അത് പച്ചവെള്ളമാണ്. ഞങ്ങൾ അത്രക്കാർ നെഹിഹേ അങ്ങനെ സാധനം വന്ന മക്കളെ. മട്ടൻ മധുകൂത്ത് ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ട് മട്ടനൊക്കെ. അജുക്കാതെ ഡയറ്റാന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാ. ഡയറ്റ് പോണ വഴി കണ്ടാ. അപ്പം എല്ലാവരോടും പറഞ്ഞ പോലെ ഓക്കെ, ബൈ ബൈ.